ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം സിസ്റ്റർ കർത്താവിൻ്റെ ദാസി സന്ധ്യ സിസ്റ്റർ ഇങ്ങനെ ഈ പ്രയർ ലൈനിൽ ജോയിൻ ചെയ്യുവാനും സാക്ഷ്യത്തിന് വേണ്ടി ഇങ്ങനെ ആവശ്യപ്പെട്ടു. അങ്ങനെ എനിക്ക് ഇന്ന് പകൽ അപ്പർ റൂം പ്രയർ ലൈനിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ദൈവജനത്തോടും ഈ ടീമിനെ ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസഫ് മാത്യു അവർക്കും ലൈനിൽ കോർഡിനേറ്റ് ചെയ്യുന്ന സിസ്റ്റർ സന്ധ്യ, എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പഞ്ചാബിൽ നിന്ന് എൻ്റെ കുടുംബമായുള്ള വന്ദനം അറിയിക്കുന്നു. എൻ്റെ ചെറുപ്രായത്തിൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിപ്പാനായിട്ട് കർത്താവിൻ്റെ ജീവിതത്തിൽ കൃപ നൽകി. കഴിഞ്ഞ നാളുകൾ കർത്താവ് എന്നോട് കൂടിയിരുന്ന് ഇതുവരെയും ജയത്തോടെ വഴി നടത്തുവാൻ ഇടയായി തീർന്നോർത്ത് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാനൊരു പെന്തക്കോസ്റ്റൽ ഒരു കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെടുവാൻ, ഒരു സുവിശേഷകന്റെ മകനായി ജനിക്കുവാനും പത്യോപദേശത്തിലും ദൈവജന പ്രകാരം കർത്താവിന് വേണ്ടി വളർന്നു വരുവാൻ, ജീവിക്കുവാൻ കർത്താവ് ഇതുവരെയും ഇടയായി തീർത്തു. അതിനുവേണ്ടി എൻ്റെ പേരൻസ്, ഞങ്ങൾ 6 മക്കളാണ്, ഞങ്ങൾ ആ രീതിയിൽ വളർത്തി കൊണ്ടുവരുവാനായിട്ട് ഇടയായി. എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ ഒരു ജോലിക്ക് വേണ്ടി ഇറങ്ങുവാൻ, അതിനുവേണ്ടി പ്രാർത്ഥിപ്പാനിടയായി. കാരണം എൻ്റെ പിതാവ് ഒരു ശുശ്രൂഷകനായിരിക്കുന്നത് കൊണ്ട് അന്ന് ആ കാലഘട്ടത്തിൽ ഏകദേശം 30 വർഷം മുന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആ കാലഘട്ടത്തിൽ ഒത്തിരി വളരെ പ്രയാസത്തിലൂടെ ആണ് അവർ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതുകൊണ്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഇനി കുറച്ച് നാൾ ജോലിയൊക്കെ ചെയ്ത് പഠിത്തത്തോടൊരുമിച്ച് മാതാപിതാക്കളെ സഹായിക്കണം, മിനിസ്റ്ററെ സഹായിക്കണം എന്നുള്ള രീതിയിൽ ഞാനൊരു ജോലിക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. അന്ന് എൻ്റെ പിതാവ് വയനാട്ടില് സുൽത്താൻ ബത്തേരിക്ക് അടുത്ത് ചുള്ളിയോട് എന്ന് പറഞ്ഞൊരു ഗ്രാമത്തില് അവിടെ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുമ്പോഴായിരുന്നു. ആ സമയത്ത് ഞാനൊരു ജോലിക്ക് വേണ്ടി ഇറങ്ങി. 3 ദിവസം ഞാൻ അതിനുവേണ്ടി പലയിടത്തും അന്വേഷിച്ച് നടന്നു. എനിക്ക് കിട്ടിയില്ല. അതിൻ്റെ അടുത്ത് തന്നെ തമിഴ്നാട് അതിർത്തിയാണ്. തമിഴ്നാട്ടിലും ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് പല കമ്പനികളിലുമായിട്ട് പോയി അവരോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഒന്നും ലഭിക്കാതെ വന്നപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് ഒരു തീരുമാനമെടുത്തു. കർത്താവേ, ഞാൻ എനിക്ക് ലഭിക്കുന്ന നന്മയ്ക്ക് ഒത്തവണ്ണം ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സഹായിച്ചോളാം, അതുകൊണ്ട് എനിക്കൊരു ജോലി വേണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവം എനിക്ക് ഒരു ജോലി തമിഴ്നാട്ടിൽ ഫ്രോണ്ടിയർ ഇൻഡിഗോ ടീ ഫാക്ടറി എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ജോലി തരുവാനായിട്ട് ഇടയായി. അങ്ങനെ ജോലി ലഭിച്ച് ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതല്ലായിരുന്നു കർത്താവിൻ്റെ പദ്ധതി എന്നെക്കുറിച്ചുണ്ടായിരുന്നത്. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പടിപടിയായിട്ട് ആ ജോലിയിൽ വിശ്വസ്തനായിട്ട് ജോലി ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടി. അങ്ങനെ ജോലി നല്ല രീതിയിൽ പോകുമ്പോൾ ഒരു ദിവസം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നൽ വന്നു. എൻ്റെ പിതാവ് അവിടുന്ന് ട്രാൻസ്ഫറായി കേരളത്തിലേക്ക് പോയി, തൃശ്ശൂർക്ക് ട്രാൻസ്ഫറായി പോയി. അപ്പം ഞാൻ മാത്രം അവിടെ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വന്ന് അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ആ ഫാക്ടറിയുടെ ടീ പൗഡർ എടുത്ത് കേരളത്തിൽ കൊണ്ടുവന്ന്, ആ ഫാക്ടറിയുടെ ടീ പൗഡർ മറ്റ് കേരളത്തിലൊന്നും കൊടുക്കുന്നില്ല, അത് എക്സ്പോർട്ട് ചെയ്ത് പോവുക. അപ്പോൾ അത് എടുത്തു കൊണ്ടുവന്ന് കേരളത്തിൽ കൊടുക്കാനായിട്ട് ഒരു ചെറിയൊരു ബിസിനസ് ആരംഭിക്കുവാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ ചെറുതായിട്ട് തുടങ്ങിയൊരു സംരംഭം അത് പതുക്കെ വളർന്നു വരുവാനിടയായി. അങ്ങനെ കേരളത്തിൽ ഞാൻ വന്ന് ഇങ്ങനെ ഒരു ദിവസം നല്ലൊരു ബിസിനസ് കഴിഞ്ഞ് കൈ നിറയെ അന്ന് പണമൊക്കെ ആയിട്ട് ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ ഒത്തിരി ക്ഷീണിച്ചാണ് വരുന്നത്. ഇന്നത്തെ പോലെ വാഹന സൗകര്യം എനിക്ക് എന്ന് പറഞ്ഞാൽ ബൈക്കോ അങ്ങനെയുള്ള മറ്റ് ഇതൊന്നുമില്ല. സ്വന്തമായിട്ട് ഈ യാത്ര ചെയ്യാനുള്ള വാഹനമൊന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ ഓട്ടോയിലോ
അല്ലെങ്കിൽ ബസ്സിൽ കയറി ഇറങ്ങി ഈ സാധനങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ട് കൊടുത്ത് അങ്ങനെ നല്ല നല്ല രീതിയിൽ പോകുക. ഒരു ദിവസം ഒരു യൂണിവേഴ്സിറ്റിയിൽ ഈ ജോലി കഴിഞ്ഞ് അവർക്ക് ശമ്പളം കിട്ടി വെളി വരുന്ന സ്റ്റാഫുകൾക്ക് ഈ ടീ പൗഡറിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയും അന്ന് കൊണ്ടുപോയ എല്ലാ സാധനങ്ങളും സെയിലാകുവാൻ ഇടയായി. അങ്ങനെ കൈ നിറയെ പണമൊക്കെ ആയിട്ട് ഞാൻ വീട്ടിൽ വന്നു വളരെ സന്തോഷത്തോടെ. വീട്ടിൽ വന്ന് ഞാൻ വീട്ടിൽ വന്ന് കയറിയപ്പോൾ എൻ്റെ മാതാവ് പറഞ്ഞു, മോനെ ഇത്രയും സമയമായല്ലോ, ഞാൻ ഇതുവരെ നോക്കിയിരിക്കുക. ഞങ്ങളുടെ അടുത്ത ഒരു ചർച്ചുണ്ട്, കൂട്ടാല എന്ന് പറയും, തൃശ്ശൂർ കൂട്ടാല IPC, ഒരു പഴയ ചർച്ചാണ്. ആ ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന നടക്കുകയായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പം എൻ്റെ പിതാവും സഹോദരങ്ങളൊക്കെ അവിടെ പോയിരിക്കുക, മമ്മി മാത്രം ഭവനത്തിലുണ്ട്, എന്നെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ എന്നെ വിളിച്ച് നിർബന്ധത്തിൽ ആ മീറ്റിങ്ങിന് കൊണ്ടുപോയി. ഞാൻ വരുന്നില്ല എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും ഇല്ല, കർത്താവ് ഇത്രയും നന്മകൾ നമുക്ക് നൽകി, അതുകൊണ്ട് എത്ര ക്ഷീണമായാലും പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ മാതാവിൻ്റെ വാക്ക് കേട്ട് ഞാൻ ആ മീറ്റിങ്ങിന് കടന്നുപോയി. അങ്ങനെ ആ മീറ്റിങ്ങിന് പോയിട്ട് ആ ചർച്ചിന് 3 ഡോറുണ്ട്. അതിൽ ഒരു ഡോറിന്റെ അകത്തും അല്ല പുറത്തും അല്ല ആ രീതിയിൽ ഞാൻ അവിടെ ആ കട്ടലേക്ക് അവിടെ ഇരുന്ന് അന്ന് ദൈവവചനം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവാസൻ പാസ്റ്റർ വർഗീസ് ബേബി എന്ന് പറയുന്ന ദൈവാസൻ ആത്മാവിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവ് നൽകിയ എല്ലാ നന്മകൾക്ക് നന്ദി. ആ വചനം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടെ കർത്താവിന്റെ വേലയ്ക്കുള്ള ആഹ്വാനങ്ങൾ കൂട്ടായ്മയിൽ ദൈവാസൻ ഇങ്ങനെ ഉരുവിടുവാനിടയായി. ആത്മാവിൽ ഇങ്ങനെ വിളിച്ചു പറയുക. അപ്പോൾ ഞാൻ അതിന് തയ്യാറാകാതെ അങ്ങനെ കേൾക്കുന്നത് പോലും എനിക്ക് വളരെ പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു. എന്നാൽ അന്ന് ഞാൻ അവിടെ ചെന്നിരുന്ന് കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഒരു മിസൈൽ വരുന്ന പോലെ വളരെ വേഗത്തിൽ ആ പുൾപിറ്റിൽ നിന്ന് ദൈവാസൻ ഓടി എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ തലയിൽ കൈവച്ച് ആത്മാവിൽ ഹല്ലേലൂയ എൻ്റെ കുടുംബത്തെക്കുറിച്ചും എൻ്റെ ജീവിതത്തെക്കുറിച്ചും ഞാൻ ഇന്ന് ഇവിടെ പഞ്ചാബിൽ ചെയ്യുന്ന കർത്താവിൻ്റെ വേലയെക്കുറിച്ച് അക്കമിട്ടോ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുവാനിടയായി. ഞാനപ്പോൾ പറഞ്ഞു, എൻ്റെ മനസ്സിൽ പറയുക, ഇല്ല, ഞാനിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങില്ല. അങ്ങനെ ഞാനും ദൈവമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ദൈവാത്മാവ് പറയുന്നു, ഇത് കഴിഞ്ഞ 9 പ്രാവശ്യം നിന്നെ എൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ വിളിച്ചു, ഇത് അവസാനമായിട്ടൊരു അവസരമാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് ആ ദിവാസൻ ആത്മാവിൽ ഈ വിവരം ഈ ആലോചന എന്നോട് പറഞ്ഞിട്ട് പുൾപിറ്റിൽ പോയി മെസ്സേജ് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ആ മെസ്സേജ് കറക്റ്റ് 10 മണിയായി. അപ്പോൾ തന്നെ എങ്ങനെയോ ഞാൻ എൻ്റെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക, കരങ്ങൾ പൊക്കാതിരിക്കാൻ. ആത്മാവിൽ ദൈവാസൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഉത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. സുവിശേഷ വേലയ്ക്ക് താല്പര്യമുള്ളവർ കരങ്ങൾ ഉയർത്തുവാനായിട്ട് ഇപ്പോൾ തന്നെ സമർപ്പിക്കാൻ. അപ്പോൾ ഞാൻ വളരെ ശക്തിയോടെ 2 കരങ്ങളും ഇങ്ങനെ കൂട്ടി പിടിച്ചിരിക്കുക, എൻ്റെ കൈ ഉയർത്താതിരിക്കാൻ. പക്ഷെ പെട്ടെന്ന് എൻ്റെ ഹൃദയം പൊട്ടി കരയുവാനിടയായി. അങ്ങനെ ഞാൻ എൻ്റെ 2 കരങ്ങളും ഉയർത്തുവാനിടയായി. ആ ദൈവാസനിലൂടെ കേൾപ്പിച്ച ദൈവിക ആലോചന മുന്നിൽ ഞാൻ എൻ്റെ കരങ്ങൾ ഉയർത്തി പൂർണ്ണ സമയം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാനിടയായി. കാരണം ഞാൻ കരങ്ങൾ ഉയർത്താതിരുന്നത് ആ സമയത്തുള്ള സാഹചര്യങ്ങൾ എൻ്റെ മുന്നിൽ ഇങ്ങനെ എപ്പോഴും കാണിക്കുന്നതുകൊണ്ട്. ഞങ്ങൾ 6 മക്കളും, അവരുടെ പഠനം ഉണ്ട്. പപ്പയുടെ അന്ന് പപ്പയ്ക്ക് സഭാ ചാർജ് ഇല്ല, ഒരു പുതിയ ഫീൽഡ് എടുത്ത് തൃശ്ശൂർ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. എനിവേ കർത്താവ് എന്നോട് പറഞ്ഞ ആ കാര്യം ഞാൻ അപ്പം തന്നെ എന്നെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാനിടയായി. ഞാൻ ആ മീറ്റിംഗ് കഴിഞ്ഞ് റൂമിൽ വന്നു. പുറകെ എൻ്റെ മാതാപിതാക്കളും വന്നു. എന്നോട് പറഞ്ഞു, മക്കളെ, ഇന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ പിതാവിനോട് പറഞ്ഞു, മമ്മിയും പറഞ്ഞു, ഞങ്ങൾ ഇത്രയും നാളും എങ്ങനെ നടത്തിയെന്ന് നിങ്ങൾക്കറിയാം, കർത്താവാണ് നടത്തിയത്. അതുകൊണ്ട് മുന്നോട്ട് ഞങ്ങളെ ദൈവം നടത്തിക്കോളും. അതുകൊണ്ട് ആ കാര്യത്തിൽ മക്കൾ ഭാരപ്പെടണ്ട. ദൈവം വിളിച്ച ആ വിളിക്കൊത്തവണ്ണം മുന്നോട്ട് ചൂടുകൾ വെച്ചോളം പറഞ്ഞ് എന്നെ ഉത്സാഹിപ്പാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി മുന്നോട്ട് പോകുവാനായിട്ട് തയ്യാറായി.
എൻ്റെ മാതാപിതാക്കൾ എന്താ എനിക്ക് പാസ്റ്ററെ പ്രൈസ് പൂർണ്ണമായിട്ട് ലോർഡ്. തന്നു. അങ്ങനെ കർത്താവിന്റെ വേലയിൽ ഹലോ വർദ്ധിച്ചു വരുവാനായിട്ട് പാസ്റ്റർ, കർത്താവിന്റെ ഇച്ചിരി വേല. സൗണ്ടിൽ പറയാമോ? ഹലോ, ഇച്ചിരി സൗണ്ടിൽ പറയാമോ? ഓക്കെ. അങ്ങനെ കർത്താവ് ഇതുവരെയും അവിടുന്ന് എന്നെ അത്ഭുതകരമായിട്ട് മുന്നോട്ട് നടത്തുവാനിടയായി. അതിനുശേഷം ഞാൻ കുറച്ച് ദിവസങ്ങളിരുന്ന് പ്രാർത്ഥിച്ചു. നോർത്ത് ഇന്ത്യയിലേക്കാണ് കർത്താവ് എന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിക്കുകയും തെരഞ്ഞെടുക്കുകയും ചെയ്തത്. അങ്ങനെ എൻ്റെ പിതാവ് ശുശ്രൂഷയിലായിരുന്നപ്പോൾ അനേകരെ നോർത്ത് ഇന്ത്യയിലേക്ക് പ്രാർത്ഥിച്ചയച്ചിട്ടുണ്ട് സുവിശേഷ വേലയ്ക്ക്. അവരെയൊക്കെ കോണ്ടാക്ട് ചെയ്തു. ഇങ്ങനെ മകന് അവിടെ വന്ന് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നു, അതിനുള്ള ഒരു അവസരം നിങ്ങൾ ഒരുക്കി കൊടുക്കണമെന്ന്. അങ്ങനെ ഞാൻ ദൈവസേനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അഡ്രസ്സ് കിട്ടി. ഡൽഹിയിലുള്ള PTL, പോക്കറ്റ് ടെസ്റ്റ്മെന്റ് ലീഗ് എന്ന് പറയുന്ന ആ ടീമിനോട് ആവശ്യപ്പെട്ടു ഞാൻ അങ്ങനെ നോർത്ത് ഇന്ത്യയിലേക്ക് വരുവാനായിട്ട്. അപ്പോൾ അവര് തീർത്ത് എന്നെ അതിനു വേണ്ടിയിട്ട് തടസ്സം പറയുവാനിടയായി. കാരണം അവർ എൻ്റെ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് പറഞ്ഞു, മോനെ ഒരു പാസ്റ്റർ മകനല്ലേ, അപ്പോൾ നാട്ടിൽ തന്നെ എവിടെയെങ്കിലും പഠിച്ച് അവിടെയൊക്കെ സഭകൾ കിട്ടുമല്ലോ, അവിടെ തന്നെ നിന്നാൽ മതി. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ചൂടാണ്, തണുപ്പാണ്, ഇത് സഹിക്കാൻ പറ്റില്ല, പിന്നെ ഭയങ്കര കൊതുകടിയും, ഇവിടുത്തെ വെള്ളം പിടിക്കില്ല, ഇങ്ങനെ പല വിഷയങ്ങൾ എന്നോട് പറഞ്ഞു. എന്നെ അതിൽ നിന്ന് പിന്മാറ്റാനായിട്ട് നോക്കി. അവർ എന്നെ ഒരു ടെസ്റ്റ് ചെയ്തതാണ്. പക്ഷെ ഞാൻ ഇത് കേട്ടിട്ട് ദൈവസേനയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ അവരെ വിളിച്ചു. അങ്ങനെ പല പ്രാവശ്യം വിളിച്ചപ്പോൾ അവർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇതെല്ലാം സഹിക്കാൻ തയ്യാറാണെങ്കിൽ മോൻ കടന്നു വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ദിവസം 1995 മാർച്ച് മാസം ഞാൻ 10-ാം തീയതി ടിക്കറ്റ് എടുത്ത് ഞാൻ ഡൽഹിയിലേക്ക് വന്നു. അങ്ങനെ ഡൽഹിയിൽ വന്ന് ഈ ടീമുമായി ജോയിൻ ചെയ്ത് പഞ്ചാബ്, ഹരിയാന, UP, ഹിമാചൽ, ചണ്ഡീഗഡ്, അങ്ങനെ പല സ്റ്റേറ്റുകളിൽ പോയി ആ ടീമിനോട് ഒരുമിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ കൃപ നൽകി. രാവിലെ ലിറ്ററേച്ചർ എടുത്ത് ഗ്രാമങ്ങളിൽ പോകും. അങ്ങനെ ഗ്രാമങ്ങളിൽ പോയി ലിറ്ററേച്ചർ എല്ലാം കൊടുത്ത് ഉച്ചയാകുമ്പോൾ വരും. എന്നിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ആ ടീമിൽ അല്പസമയം വിശ്രമിച്ചതിന് ശേഷം ബൈബിൾ സ്റ്റഡി ഉണ്ട്. അങ്ങനെ ആ ടീമിന്റെ അധീനതയിൽ ദൈവം 2 വർഷം അവിടെ ആ ടീമിൽ പല സ്റ്റേറ്റുകളിൽ പോയി ടീം വർക്ക് ചെയ്യുവാനിടയായി കർത്താവ് എനിക്ക് അവസരം നൽകി. ഇതിനുശേഷം എനിക്ക് തുടർന്നും ദൈവവചനം പഠിക്കാനുള്ള താല്പര്യമുണ്ടായിരുന്നു. ആ താല്പര്യം ഉള്ളത് കൊണ്ട് ഞാൻ ടീമിൽ ആവശ്യപ്പെട്ടു എനിക്ക് നാട്ടിലേക്ക് പോകണമെന്നും. അങ്ങനെ നാട്ടിൽ 2 വർഷം കഴിഞ്ഞ് അവിടുന്ന് ടീമിൽ നിന്ന് തിരിച്ചു വന്ന് ഭവനത്തിൽ വന്നപ്പോൾ എൻ്റെ പിതാവിനോട് പറഞ്ഞു എനിക്ക് ദൈവവചനം പഠിക്കാൻ പോകണം. അങ്ങനെ കോട്ടയത്തുള്ള എബനേസർ ബൈബിൾ കോളേജിൽ പോയി ദൈവവചനം പഠിക്കുവാനായിട്ട് കർത്താവ് അവസരം നൽകി. അങ്ങനെ ദൈവവചനം അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1998 2-ാം വർഷം ഞാൻ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എനിക്ക് ഒരു ദർശനം കാണിക്കുകയാണ്. ആ ദർശനം 4 കാര്യങ്ങൾ കാണിച്ചു. 3 കാര്യങ്ങൾ എൻ്റെ ഭവനത്തിലും എൻ്റെ പിതാവിൻ്റെ ചർച്ചിലും നടക്കുന്നതായിട്ടും 4-ാമത്തെ വിഷയം ഞാൻ കേരളത്തിൽ നിന്നും ബൈ സൈക്കിളിൽ യാത്ര ചെയ്ത് ലിറ്ററേച്ചറുകൾ കൊടുത്ത് ഗ്രാമങ്ങൾക്കും പട്ടണങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ച് പഞ്ചാബിൽ ചർച്ചില്ലാത്ത ഒരു ഗ്രാമത്തിൽ വന്ന് ചർച്ച് ദൈവരാജ്യം സ്ഥാപിക്കുവാൻ പ്രവർത്തിക്കുവാനായിട്ട് അങ്ങനെയുള്ളൊരു ദർശനമാണ് ദൈവാത്മാവ് കാണിച്ചത്. ഇത് 3 ദിവസം അടുപ്പിച്ച് ഈ പുലർച്ചെ ഒരു 4 മണിയായപ്പോൾ എന്നെ ഇങ്ങനെ കാണിക്കുക. ഞാൻ ഇതൊരു സ്വപ്നമായിട്ട് ആദ്യത്തെ ദിവസങ്ങളൊക്കെ എടുത്തു. പിന്നെ എൻ്റെ മനസ്സിൽ തോന്നി, ഇങ്ങനെ തോന്നലുണ്ടായി, ഇതെൻ്റെ ഒരു തോന്നലായിരിക്കും. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു. 3-ാമത്തെ ദിവസം ഞാൻ വീക്കെൻഡിൽ വീട്ടിൽ വന്ന് രാവിലെ എൻ്റെ പിതാവ് 5 മണിക്ക് എഴുന്നേറ്റ് ഇന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ആ ശബ്ദം കേട്ടുകൊണ്ട് ഈ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പിതാവിൻ്റെ പ്രാർത്ഥന ശബ്ദം കേട്ട് ഞാൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുക്കൽ പോയി. അവിടെ ചെന്നിട്ട് പിതാവിനോട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു കാര്യം കണ്ടു, 4-ാമത്തെ കാര്യം ആരോടും പറയരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇന്ന് തൊട്ട് 10-ാം മാസം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നടത്തും. അതുവരെ ആരോടും പറയരുത്. 3 കാര്യങ്ങൾ ദൈവാത്മാവിനോട് പറഞ്ഞു ഭവനത്തിൽ പറയാമെന്ന്. അങ്ങനെ 3 കാര്യങ്ങൾ ഭവനത്തിൽ പറഞ്ഞു. എൻ്റെ പിതാവ് നോട്ട് ചെയ്ത് വെച്ചു. 7 ആഴ്ചക്കുള്ളിൽ ആ 3 കാര്യങ്ങൾ ഓരോന്നായി നടക്കുവാനിടയായി. അപ്പോൾ എൻ്റെ പിതാവിനോട് പറഞ്ഞു, ഞാൻ കോളേജിലേക്ക് തിരിച്ചുപോയി. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ വന്നു,
മോനെ ഇത്രയും വിഷയങ്ങൾ ഇങ്ങനെ നടക്കുവാനിടയായല്ലോ. അപ്പോ നാലാമത്തെ വിഷയം ഞങ്ങളോട് പറ, ഞങ്ങൾ പ്രാർത്ഥിക്കാം, എന്തെങ്കിലും അപകടമാണോ അനർത്ഥമാണോ, നമുക്ക് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നത് അത് ആരോടും പറയരുത്, ആ സമയമാകുമ്പോൾ അതിനു വേണ്ടി ദൈവം വഴി തുറക്കും. അതിനു മുന്നേ ഇത് പരസ്യം ചെയ്യോ അല്ലെങ്കിൽ 1 രൂപ പോലും കളക്ട് ചെയ്യോ ഒന്നും ചെയ്യരുത്, സമയമാകുമ്പോൾ എല്ലാ കാര്യങ്ങളും ദൈവം ക്രമീകരിക്കുമെന്ന് അന്ന് ദൈവാത്മാവ് ഇടപെടുവാനിടയായി. അങ്ങനെ ഞാൻ ഈ വിഷയം മനസ്സ് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിതാവിനോടും ഫാമിലിയിലും പറഞ്ഞില്ല. ചില ദിവസങ്ങൾ കഴിഞ്ഞു, ചില മാസങ്ങൾ കഴിഞ്ഞു. അങ്ങനെ 7 മാസം കഴിഞ്ഞപ്പോൾ ആമേൻ എനിക്ക് ഈ ദർശനം ദൈവം കാണിച്ചതുപോലെ തന്നെ ആമേ 7-ാം മാസമായപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഇതങ്ങ് തേട്ടി വരികയാണ് അവരോട്, എൻ്റെ കൂടെ ഉള്ളവരോട് പറയുവാനായിട്ട്. അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുന്ന സഹോദരങ്ങളെ വിളിച്ചിട്ട് ഞാൻ 2 പേരോട് ഈ വിഷയം പറഞ്ഞു. അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഇരിക്കുമ്പോൾ അവരോടും ദൈവാത്മാവ് പറയുകയാണ് ഇദ്ദേഹത്തോടു കൂടെ ഈ യാത്രയ്ക്ക് വേണ്ടി തയ്യാറാകുവാൻ. അങ്ങനെ അവരോട് ശക്തമായിട്ട് ദൈവാത്മാവ് ഇടപെട്ടു. അപ്പോൾ അവരെന്നോട് ആവശ്യപ്പെട്ടു, ബ്രദർ പോകുമ്പോൾ ഞങ്ങളെയും കൊണ്ടുപോകണം, ഞങ്ങളും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, ഇങ്ങനെ സൈക്കിളിൽ യാത്ര ചെയ്ത് ഹൈവേ വഴിയൊക്കെ പോകുമ്പോൾ വല്ല ട്രക്കൊക്കെ തട്ടി എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് ഇത്രയും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല. എന്നോടല്ല ദൈവം പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ പോകാം, പിന്നെ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ നിരുത്സാഹപ്പെടുത്തി. പക്ഷെ അവർ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ പിന്നെയും ദൈവാത്മാവ് അവരെ ഇങ്ങനെ അവരോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ 8-ാം മാസമായപ്പോൾ ഒരു ഔട്ട്റീച്ചിന് വേണ്ടിയിട്ട് ഞാൻ ഞങ്ങളെ കോളേജിൽ നിന്ന് പല ഗ്രാമങ്ങളിലേക്ക് വിടും. അങ്ങനെ കോട്ടയത്ത് എബ്നേസർ കോളേജിൽ നിന്ന് ഞങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് വിട്ടു. അതിൽ ഒരു ടീം വൈപ്പിൻ ദ്വീപില് ഔട്ട്റീച്ചിന് വേണ്ടി ലിറ്ററേച്ചർ കൊടുക്കാൻ പോയപ്പോൾ ഞങ്ങൾ വേറൊരു ടീമിൻ്റെ കൂടെ, ഞാൻ വേറൊരു ടീമിൻ്റെ കൂടെ ആണ് തലവലപ്പറമ്പിൽ നിന്ന് അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ പോയത്. അപ്പോൾ ഈ വൈപ്പിൻ ദ്വീപിൽ പോയ സഹോദരങ്ങൾ ഔട്ട്റീച്ച് എല്ലാം ചെയ്ത് അവർക്ക് കിട്ടിയ കോണ്ടാക്ട് അഡ്രസ്സൊക്കെ അവിടെ ഒരു ബിലീവേഴ്സ് ചർച്ച് കണ്ടു. അവിടുത്തെ പാസ്റ്റർ അടുത്ത് പോയി ഈ ലിറ്ററേച്ചർ ഈ കോണ്ടാക്ട് ഒക്കെ കൊടുത്തിട്ട് പറഞ്ഞു പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, വേറെ എന്തെങ്കിലും വിഷയമുണ്ടോ പ്രാർത്ഥിക്കാൻ? അങ്ങനെ അവര് ഈ വിഷയങ്ങളെല്ലാം ഷെയർ ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അതിൽ എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞു, ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ ബ്രദർ പ്രസാദ്, അദ്ദേഹത്തിന് ദൈവം ഒരു ദർശനം കൊടുത്തിരിക്കുന്നു, അദ്ദേഹം നോർത്ത് ഇന്ത്യയിലേക്ക് പോവുകയാണ്, ചില ദിവസങ്ങൾക്ക് ശേഷം സൈക്കിളിൽ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന ഒരു ദർശനം ദൈവം കാണിച്ചിരിക്കുന്നു, അദ്ദേഹം ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവാസൻ പ്രാർത്ഥിക്കണം. അങ്ങനെ ആ ദൈവാസൻ മോനച്ചൻ ഐസക് എന്നാണ് ആ ദൈവാസന്റെ പേര്. അദ്ദേഹം പ്രാർത്ഥിച്ച് ആമീൻ പറഞ്ഞിട്ട് ഈ ടീമിനോട് പറഞ്ഞു, ഈ സഹോദരങ്ങളോട് പറഞ്ഞു, ആ വ്യക്തിയെ എൻ്റെ അടുക്കിലേക്ക് വിട്, ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സൈക്കിൾ അദ്ദേഹത്തിന് കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ വാർത്ത സഹോദരങ്ങൾ തിരിച്ചു വന്നപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു, എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി, ആരോട് ചോദിക്കാതെ തന്നെ ദൈവം പറഞ്ഞിരുന്നു നിനക്ക് വേണ്ടി ഒരുക്കുമെന്ന്. അങ്ങനെ ആ സൈക്കിള് ഞാൻ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആദിവാസിന്റെ അടുക്കൽ പോയി അത് സൈക്കിൾ പോയി എടുത്തുകൊണ്ട് വന്നു, ഒരു സാധാ സൈക്കിള്. അങ്ങനെ അത് കോളേജിൽ കൊണ്ടുവന്ന് പിന്നെയും പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. 9-ാം മാസമായപ്പോൾ ഒരു ബ്രദർ എന്നോട് വന്നിട്ട് പറഞ്ഞു, ബ്രദറെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ, താങ്കളോട് കൂടെ ജോയിൻ ചെയ്യുവാനായിട്ട് ഇങ്ങനെ ആവശ്യപ്പെടുന്നു. ഞാൻ പറഞ്ഞു പറ്റില്ല. അങ്ങനെ 2 പേര് വന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സംസാരിക്കുക, എന്നിട്ട് അവർ സമ്മതിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വീട്ടിൽ സംസാരിച്ചു, അതിനെ അനുവദിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഒരു സൈക്കിളും ഞങ്ങൾ 3 പേര് ഇങ്ങോട്ട് നോർത്തിലേക്ക് വരാനിരിക്കുന്നു, ദൈവം വഴി തുറക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ വന്നവരിൽ ഒരാള് എന്നോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഒരു സൈക്കിൾ ഇരിപ്പുണ്ട്, നമുക്ക് പോയി എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സൈക്കിൾ എടുക്കാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വീക്കെൻഡിൽ ബസ്സിൽ യാത്ര ചെയ്ത് ഇടുക്കിയിൽ കരിമ്പൻ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നു. അങ്ങനെ ഈ എൻ്റെ കൂടെയുള്ള ബ്രദറിന്റെ വീട് ഒരു ചെറിയ ഒരു കുടിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കള് കൃഷിപ്പണിക്ക് പോയിരിക്കുകയായിരുന്നു. എന്നെ അവിടെ ഇരുത്തിയിട്ട് അദ്ദേഹം പോയിട്ട് ചായ ഇട്ടുകൊണ്ട് വന്ന് ചായ കുടിച്ചതിന് ശേഷം ഒരു ചാക്ക് വലിച്ചുകൊണ്ട് വന്നിട്ട് ആ ചാക്ക് തുറന്നു കാണിച്ചു, ഇതാണ് സൈക്കിള്, ഞാൻ പണ്ട് ഐസ്ക്രീം കച്ചവടം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സൈക്കിളാണ്, ഈ സൈക്കിളിൽ ആണ് നമുക്ക് പോകേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതിനകത്താണോ ഇത്രയും ദൂരം നമ്മൾ പോകുന്നത്?
എനിവേ നമുക്കിത് എങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ ബസ്സിന്റെ മുകളിലിട്ട് ഞങ്ങൾ സൺഡേയിലത്തെ അവിടുത്തെ ആരാധന കഴിഞ്ഞ് കോളേജിൽ വന്ന്, കോളേജിലേക്ക് സൈക്കിൾ കൊണ്ടുപോയില്ല, അവിടെ ഒരു കടയിൽ നന്നാക്കാൻ കൊടുത്തിട്ട് ഞങ്ങൾ കോളേജിൽ വന്നു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആ സൈക്കിളും ശരിയായി കിട്ടി. ഡിസംബർ 1998 ഡിസംബർ 20-ാം തീയതി 10-ാം മാസം ആകുന്നതിന്റെ പോരുന്നതിന്റെ തലേദിവസം, ഈ ദർശനം കാണിച്ചതിന്റെ 10 മാസം പൂർത്തീകരണം ആകുന്നതിന്റെ തലേദിവസം ഞങ്ങള് അവിടുന്ന് വൈകിട്ടത്തെ ഡിന്നർ കഴിഞ്ഞ് ലൈബ്രറിയിലേക്ക് പോവുകയാണ്. ആ സമയത്ത് ഒരു സാർ എന്നെ തടഞ്ഞു നിർത്തി ചോദിച്ചു, പ്രസാദ്, നിങ്ങൾക്ക് പോകേണ്ട കാര്യം ക്രമീകരണമായോ? ഞാൻ പറഞ്ഞു എല്ലാം ക്രമീകരണമായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ഇത് കോളേജിന്റെ പ്രോഗ്രാം അല്ല, നിങ്ങളുടെ പ്രോഗ്രാമാണ്, 1 രൂപ പോലും കോളേജിൽ നിന്ന് കിട്ടില്ല. ഞാൻ പറഞ്ഞു, സാറേ, ഞങ്ങൾക്ക് കുറച്ച് ലിറ്ററേച്ചർ തരാമോ? അത് മാത്രം മതി. ഞങ്ങൾക്ക് ഒരു ലെറ്റർ വേണം, യാത്രയിൽ ബോർഡറിലൊക്കെ ഓരോ സ്റ്റേറ്റിൽ വരുമ്പോൾ ആരും ഞങ്ങളെ തടയാതിരിക്കാനായിട്ട്, ഞങ്ങൾ സ്റ്റുഡൻസ് ആണെന്ന് പറഞ്ഞു ഒരു ലെറ്റർ വേണമെന്ന് പറഞ്ഞു. അത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ലെറ്റർ വാങ്ങിച്ച് ലെറ്റർ ശരിയാക്കി തന്നു. എന്നിട്ട് 2 സൈക്കിളും ഞങ്ങൾ 3 പേരും പോരാനായിട്ട് ഇരിക്കുമ്പോൾ ആ ദൈവാസൻ ചോദിച്ചു, നിങ്ങൾക്ക് 3 പേര് എങ്ങനെ ഈ സൈക്കിളിൽ പോകും, 2 സൈക്കിളിൽ? അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും ഞങ്ങൾ തീരുമാനമെടുത്തു, ഇനി തീരുമാനത്തിൽ നിന്ന് പുറകോട്ടില്ല, ബാക്കി കർത്താവ് സഹായിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കേട്ട വഴിക്ക് പറഞ്ഞു, ഇപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ പോയി ഒരു സൈക്കിൾ ഇരിപ്പുണ്ട്, ഞാൻ പണ്ട് പട്ടാളത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, അതിപ്പോൾ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ 3 സൈക്കിള് കർത്താവ് അന്ന് രാത്രി ക്രമീകരണം ചെയ്തു തന്നു ഞങ്ങൾക്ക് പിറ്റേ ദിവസം പോകാനായിട്ട്. അത് കോളേജിലെ എല്ലാ സ്റ്റുഡൻസിനും അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര ചലഞ്ചായി. അവർക്ക് ഭയങ്കര ഒരു ഇത് ആദ്യത്തെ ഒരു സംഭവമാണ്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് രാവിലെ 7 മണിക്ക് ഒടുവിൽ നീ എവിടെ എത്തും എന്ന ഹെഡിങ്ങിൽ കോളേജുകാർ പ്രിന്റ് ചെയ്ത ട്രാക്റ്റുകൾ ഓരോ ബണ്ടില് സൈക്കിളിന്റെ പുറകിൽ വെച്ച് കെട്ടി, അങ്ങനെ ഓരോ ബോട്ടിൽ വെള്ളവും ബൈബിളും ഞങ്ങൾ 2-3 ജോഡി ഡ്രസ്സുമായിട്ട് അവിടുന്ന് ഞങ്ങൾ 3 പേര് സൈക്കിളിൽ യാത്ര തിരിച്ചു. അങ്ങനെ ഓരോ സ്ഥലത്തും ടൗണിൽ വരുമ്പോൾ സൈക്കിൾ ഒരിടത്ത് വെച്ചിട്ട് 2 സൈഡിലുള്ള കടകളിലും ജനങ്ങൾക്കൊക്കെ ലിറ്ററേച്ചർ കൊടുത്തിട്ട് അവിടുന്ന് അടുത്ത സ്റ്റേഷനിൽ പോകും. അങ്ങനെ കേരളത്തിൽ നിന്നും ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് കേരളം കവർ ചെയ്തു. അങ്ങനെ കേരളത്തിൽ നിന്ന് ഓരോ ദിവസവും 50 കിലോമീറ്റർ, 70 കിലോമീറ്റർ, 80 കിലോമീറ്റർ അങ്ങനെ സൈക്കിൾ യാത്ര ചെയ്ത് ഓരോ ഡിസ്ട്രിക്റ്റിനും ഗ്രാമങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ച്, ജാതികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അങ്ങനെ ഞങ്ങൾക്ക് കേരളത്തിൽ നിന്ന് കർണാടക, ഗോവ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, ഡൽഹി, ഹരിയാന, പഞ്ചാബ്, അങ്ങനെ ചണ്ഡീഗഡ് വരെ വരുവാനായിട്ട് കർത്താവ് കൃപ നൽകി. ഈ യാത്രയിൽ ഏകദേശം 3500 കിലോമീറ്ററോളം സൈക്കിളിൽ യാത്ര ചെയ്തു. ആ യാത്രയിൽ ഒരു പ്രാവശ്യം പോലും എൻ്റെ സൈക്കിളിന് പഞ്ചർ ആകുവാനായിട്ട് ഇടയായി തീർന്നില്ല. കർത്താവ് അതെൻ്റെ വിശ്വാസത്തെ ഉറപ്പിക്കുവാനായിട്ട് കർത്താവ് എന്നെ ആ വിഷയത്തിൽ ഒരു സൈനായിട്ട് എനിക്ക് ഒരു അനുഭവം തരുവാനായിട്ട് ഇടയായി തീർന്നു. എൻ്റെ കൂടെ വന്ന 2 പേര്, അവർക്ക് 2 പ്രാവശ്യം സൈക്കിൾ പഞ്ചറായി. എന്നാൽ ഒരു പ്രാവശ്യം പോലും പഞ്ചറാകാതെ അവിടുന്ന് ആ സൈക്കിളുമായിട്ട് ഈ പഞ്ചാബിൽ എത്തുവാനായിട്ട് കർത്താവ് കൃപ നൽകി. യാത്രയുടെ മധ്യത്തിൽ ജയ്പൂർ സിറ്റിയിൽ വെച്ച് വൈ ഹോനാൻ എന്ന് പറയുന്ന ഒരു ദേവാസനം അവിടെ ശുശ്രൂഷിക്കുന്നുണ്ട്. അദ്ദേഹം അന്ന് ഞങ്ങൾ രാത്രി ആ ഭവനത്തിൽ ചെല്ലുമ്പോൾ ദേവാസനം അവിടെ ഇല്ല. അവിടുത്തെ അമ്മാമയും മക്കളും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്വീകരിച്ച് ഞങ്ങൾ രാത്രി വിശ്രമിച്ച് പിറ്റേന്ന് ദിവസം ഭക്ഷണമൊക്കെ കഴിച്ച് അവിടുന്ന് പഞ്ചാബിലേക്ക് വരുവാൻ യാത്ര തിരിച്ചപ്പോൾ പെട്ടെന്ന് റെഡ് സിഗ്നൽ കണ്ട് ഹൈവേയിൽ ഞങ്ങൾ റോട്ടിൽ നിൽക്കുമ്പോൾ ഒരു റോങ് സൈഡിൽ നിന്ന് ട്രാക്ടർ വന്ന് ഇടിച്ച് എൻ്റെ സൈക്കിളിൽ നിന്ന് ഞാൻ തെറിച്ച് വീണു റോട്ടിൽ. സൈക്കിളിൻ്റെ മുകളിൽ ട്രാക്ടർ കയറി. അങ്ങനെ ഞാൻ പെട്ടെന്ന് അവിടുന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ എൻ്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും പറ്റാതെ കർത്താവ് സൂക്ഷിച്ചു. ജനമെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പോലീസുകാരൻ അവിടെ ഉണ്ട്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് പറയുന്നതൊക്കെ റോങ് സൈഡിൽ കയറി വന്ന അതൊരു മുനിസിപ്പാലിറ്റിയുടെ ട്രാക്ടർ ആയിരുന്നു. പക്ഷെ നമ്മൾ പരദേശി, നമുക്ക് വേണ്ടി അവിടെ ആരും സംസാരിപ്പാൻ തയ്യാറായില്ല. സിഗ്നൽ വന്നപ്പോൾ എല്ലാവരും വണ്ടി എടുത്തുകൊണ്ട് പോയി. ആ ട്രാക്ടറുകാരൻ സൈക്കിളിന്റെ മുകളിൽ നിന്ന് വണ്ടി ബാക്ക് എടുത്ത് അദ്ദേഹം പോയി. ഞാൻ ആ ബെൻഡായ സൈക്കിൾ എടുത്ത് ഒരു സൈക്കിൾ റിക്ഷ വെച്ച് അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി അത് നന്നാക്കി. അങ്ങനെ പിറ്റേ ദിവസം പിന്നെയും ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു.
ഞാൻ ചുരുക്കി പറയുകയാണ്. അവിടുന്ന് ഞങ്ങൾ ഡൽഹിയിൽ വന്നു. ഡൽഹിയിൽ ഞങ്ങൾ ഒരു ബൈബിൾ സ്കൂളിൽ രാത്രി കടന്നിട്ട് അവിടുന്ന് തിരിച്ച് ഹരിയാനയിലേക്ക് വരുമ്പോൾ അവിടെ വെച്ചും ഡൽഹിയിൽ വാഹനങ്ങൾ ഇങ്ങനെ വെള്ളം ഒഴുകുന്ന പോലെ ഒഴുകുന്നത് ഡൽഹി പട്ടണത്തിൽ വന്നിട്ടുള്ളവർക്ക് അറിയാം. അങ്ങനെ അവിടെയും ഒരു ബസ്സിന്റെ മുന്നിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ ഒരു ബസ്സുണ്ട്. അതിന്റെ മുന്നിൽ ഒരു സ്കൂട്ടറുകാരൻ പെട്ടെന്ന് ക്രോസ് ചെയ്തപ്പോൾ ബസ്സുകാരൻ ബ്രേക്ക് ചവിട്ടി. ഞാൻ വളരെ ശക്തിയോടെ ചെന്ന് ആ ബസ്സിന്റെ പുറകിൽ പോയി ഇടിച്ച് റോട്ടിൽ വീണു. അവിടുന്ന് പെട്ടെന്ന് ഞാൻ തലപൊക്കി നോക്കുമ്പോൾ എൻ്റെ പുറകിൽ ഒരു ബസ്, ഡൽഹി ട്രാൻസ്പോർട്ട് ബസ് ബ്രേക്ക് ചവിട്ടിയിട്ട് ഡ്രൈവർ ഇങ്ങനെ എത്തി നോക്കുകയാണ് ആ മനുഷ്യൻ വണ്ടിയുടെ അടിയിൽ പോയോന്ന്. എനിക്ക് കാണാം അദ്ദേഹം എത്തി നോക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും ആൾക്കാരെ വന്ന് എന്നെ വലിച്ച് പൊക്കിയെടുത്തു. പക്ഷെ ഒന്നും അവിടെയും ഒരു ഒടിവോ ഒരു പോറൽ പോലും പറ്റാതെ സ്വർഗത്തിലെ അപ്പച്ചൻ രക്ഷിപ്പാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ഈ യാത്ര ചെയ്യുമ്പോൾ ശത്രു പലപ്പോഴും കാതിൽ ഇങ്ങനെ പറയും, നിന്നെ നിന്റെ ലക്ഷ്യസ്ഥാനത്ത് ഈ യാത്രയിൽ ഒടുക്കിക്കളയും, അവിടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ അനുവദിക്കില്ല എന്ന് ഇങ്ങനെ കാതിൽ പറയുമ്പോൾ ഞാൻ വിശ്വാസത്തിൽ പറയും, എനിക്ക് ദർശനം കാണിച്ചത് എൻ്റെ കർത്താവാണ്. ദർശനം കാണിച്ച കർത്താവ് എന്നെ ആ ദർശനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ മതിയായ ദൈവമാണ്. ആ ദർശനം ലഭിച്ചപ്പോൾ ദൈവം എനിക്കൊരു വചനവും നൽകി. ആ വചനം ഞാൻ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഉരുവിടുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഹബക്കൂക്ക് പ്രവചന പുസ്തകം അതിൻ്റെ 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. ഹല്ലേലൂയ. അത് വരും നിശ്ചയം, താമസിക്കുകയില്ല. ദൈവജനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയില്ല. ദൈവമാണ് നമുക്ക് ദർശനം നൽകിയെങ്കിൽ ചിലപ്പോഴൊക്കെ നമ്മുടെ ദൃഷ്ടിയിൽ സമയമൊക്കെ ലേറ്റ് ആകുമ്പോൾ നമ്മളിങ്ങനെ പറയും, അയ്യോ അത് കർത്താവ് ദർശനം കാണിച്ചല്ലേ, എന്താണ് വൈകുന്നത്. വചനം പറയുന്നത് വൈകിയാലും ഹല്ലേലൂയ അത് താമസിക്കുകയില്ല, അത് നടക്കും, അത് തീർച്ചയായിട്ടും നടക്കും. കാരണം ഈ ദർശനം കാണിച്ചത് കർത്താവാണ്. അപ്പോൾ കർത്താവിന് അറിയാം ആ ദർശനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ. അങ്ങനെ കർത്താവ് എങ്ങനെ 2 മാസം കൊണ്ട്, കറക്റ്റ് 2 മാസം കൊണ്ട് കേരളത്തിൽ നിന്നും പഞ്ചാബിൽ എത്തുവാനായിട്ട് കർത്താവ് സഹായിച്ചു. ഡൽഹി വന്നപ്പോൾ ഞങ്ങൾ 3 പേരിൽ ഒരാള് എക്സാമിന്റെ ടൈം ആയപ്പോൾ കോളേജിലേക്ക് തിരിച്ചുപോയി. ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങൾ 2 പേര് ആ എക്സാം എഴുതാതെ ഈ യാത്ര പൂർത്തീകരിച്ചിട്ട് പോയി എഴുതുവാനായിട്ട് തീരുമാനമെടുത്തു. അതിൽ കോളേജുകാർ ആദ്യം തടസ്സം പറഞ്ഞെങ്കിലും പിന്നീട് ഞങ്ങളോട് സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ 2 പേര് അവിടെ ചണ്ഡീഗഡ് വരുവാൻ, പഞ്ചാബിന്റെ ക്യാപിറ്റൽ ചണ്ഡീഗഡ് വരെ എത്തുവാനായിട്ട് കർത്താവ് കൃപ നൽകി. ഞങ്ങൾ 3 പേരുടെ പേര്, എൻ്റെ പേര് പ്രസാദ് പോൾ, ബ്രദറിന്റെ പേര് സിനോജ്, 3-ാമത്തെ ബ്രദറിന്റെ പേര് മനോജ് ഇന്ന് ഗൾഫിലായിരിക്കുന്നു. സിനോജ് രാജസ്ഥാനില് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു കുടുംബമായിട്ടും. ഞാൻ കുടുംബമായിട്ട് ഇവിടെയും പഞ്ചാബിൽ മൊഹാലി ജില്ലയിൽ ബൾട്ടാന എന്ന് പറയുന്ന വില്ലേജിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഇവിടെ ഞങ്ങൾ എത്തിച്ചേർന്നത്, പഞ്ചാബില് ലാസ്റ്റ് എത്തിച്ചേർന്നത് ചണ്ഡീഗഡിലുള്ള മണിമാഞ്ചറ എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്ന പാസ്റ്റർ രാജൻ ബേബി എന്ന് പറയുന്ന ദൈവാസിന്റെ അടുക്കലാണ് വരുന്നത്. ആ ചർച്ചിൽ വന്നപ്പോൾ അന്ന് രാത്രിയിലാണ് ഞങ്ങൾ എത്തുന്നത്. അവിടുത്തെ ദിവാസന അവരെ ചർച്ചും ടീമൊക്കെ ആയിട്ട് എവിടെയോ മീറ്റിങ്ങിന് പോയിരിക്കുകയായിരുന്നു. രാത്രിയിൽ അവർ മടങ്ങി വന്നപ്പോൾ ഞങ്ങളെ സ്വീകരിക്കും. അവിടെ കുറച്ച് ദിവസങ്ങൾ വിശ്രമിച്ചിട്ട് അവിടുന്ന് ട്രെയിനിൽ ഞങ്ങൾ തിരിച്ച് കേരളത്തിലേക്ക് വന്നു, ആ സൈക്കിൾ അവിടെ വെച്ചിട്ട്. അങ്ങനെ ഞങ്ങളുടെ പഠനം കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വിവാഹം നടന്നു, ഗ്രാജുവേഷൻ നടന്നു. ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം എൻ്റെ പഠനം പൂർത്തീകരിച്ചു. 2000 അതിൻ്റെ പഠനം പൂർത്തീകരിച്ചു. അങ്ങനെ അവിടുന്ന് ഞാൻ കുടുംബമായിട്ട് വീണ്ടും ഉത്തർ ഭാരതത്തിലേക്ക്, വടക്കേന്ത്യയിലേക്ക് കടന്നു വന്നു. അങ്ങനെ നേരെ വന്നത് ഈ ദൈവാസിന്റെ അടുക്കെയാണ്. ഇവിടെ വന്നിട്ട് ഞാൻ ദൈവാസനോട് പറഞ്ഞു, എനിക്ക് പഞ്ചാബിൽ ചർച്ചില്ലാത്ത ഒരു ഗ്രാമത്തിലേക്ക് അയക്കാൻ പറഞ്ഞു. അതാണ് എൻ്റെ ദർശനം ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഞാൻ പഞ്ചാബിലെ ദിവാസൻ എന്നെ പല ഗ്രാമങ്ങളിലേക്ക് അയച്ചു. ഞാൻ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ, ഇത് പഞ്ചാബും ഹരിയാനയുടെ ക്യാപിറ്റൽ ആയതുകൊണ്ട് അടുത്തടുത്താണ്, ഈ ചണ്ഡീഗഡിന്റെ അടുത്താണ് പഞ്ചാബിന്റെയും ഹരിയാനയുടെയും ബോർഡർ. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഔട്ട്റീച്ചിന് പോകുമ്പോൾ ചണ്ഡീഗഡിലെ ഗ്രാമത്തിൽ പോകും, ചിലപ്പോൾ ഹരിയാനയുടെ ഗ്രാമത്തിൽ പോകും. ഒരിക്കൽ
ഇങ്ങനെ പഞ്ചാബിലുള്ള ഒരു ഗ്രാമത്തിൽ, ഞാൻ ഇന്ന് പ്രവർത്തിക്കുന്ന ഗ്രാമത്തിലേക്ക് വരുവാനിടയായി. അങ്ങനെ വന്ന് ഔട്ട്റീച്ച് ചെയ്യുന്ന സമയത്ത് പലരോടും ഞാൻ ചോദിക്കും, ഈ സ്ഥലം ഏതാ? അപ്പോൾ പഞ്ചാബ്. ഏതാ ഡിസ്ട്രിക്ട്? പട്യാല ഡിസ്ട്രിക്ട്. അന്ന് പട്യാല ഡിസ്ട്രിക്ട് ആയിരുന്നു, പിന്നെയാണ് ഇത് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ ഇത് കൺഫേം ചെയ്യാൻ 2-3 പേരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് പഞ്ചാബ് ആണെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ സൈക്കിളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു പിടി മണ്ണെടുത്തിട്ട് ദൈവത്തോട് അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവെ, ഈ മണ്ണിലേക്കാണ് നീ എന്നെ അയച്ചത് എങ്കിൽ ഞാൻ ഈ ഗ്രാമത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യും. അങ്ങനെ ഞാൻ തീരുമാനമെടുത്തിട്ട് മടങ്ങി ദൈവാസൻ്റെ അടുത്ത് പോയി. ദൈവാസനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ബെൽട്ടാൻ എന്ന ഗ്രാമത്തിൽ പോയി എന്ന് പറഞ്ഞു. അവിടെ ഞാൻ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ചോദിച്ചു, അവിടെ വല്ല ചർച്ചുണ്ടോ? പറഞ്ഞു, ഇല്ല, ചർച്ചില്ല. ഒരു സഹോദരി ഹരിയാനയിൽ നിന്ന് അവിടെ പോയി ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട് അവർ കുടുംബമായിട്ട്. അല്ലാതെ അവിടെ ചർച്ചൊന്നുമില്ല. ആ സഹോദരി ആ കുടുംബം CNI കുടുംബമാണെന്ന് പറഞ്ഞു. അല്ലാതെ അവിടെ വിശ്വാസികൾ ആരുമില്ല. അങ്ങനെ ഞാൻ തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഒരു ദിവസം റൂം അന്വേഷിച്ച് വന്നു. അങ്ങനെ 500 രൂപയ്ക്ക് ഒരു ചെറിയ റൂം കിട്ടി. കിച്ചണില്ല, ടോയ്ലറ്റ് ഇല്ല, വാഷ്റൂം ഇല്ല, ഒന്നുമില്ല, റൂം മാത്രം കിട്ടി. അങ്ങനെ ഞാൻ ആ റൂം എടുത്ത് എന്താ രാജമേയ് പാസ്റ്ററോട് ചെന്ന് പറഞ്ഞു. പാസ്റ്റർ എന്നെ സഭയായിട്ട് പ്രാർത്ഥിച്ച് അവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ കുടുംബമായിട്ട് ആക്കി. ഒരൊറ്റ വിശ്വാസികളില്ല. കുറച്ച് ദിവസങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. തമ്മിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പാടും, പ്രാർത്ഥിക്കും, ആരാധിക്കും, ഓഫറിങ് ഇടും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം OSC എന്ന് പറഞ്ഞൊരു ടീം, ഗോസ്പൽ ടീം, അവർ ഫിലിം പ്രോഗ്രാമാണ് ചെയ്യുന്നത്. അങ്ങനെ മഷിക ചരിത്രം, ദയാസാഗർ എന്ന് പറയുന്ന ജീസസ് ഫിലിം ഈ ഗ്രാമത്തിൽ കാണിക്കുവാനായിട്ട് ഒരു വൈകുന്നേര സമയത്ത് കാണിക്കുവാനിടയായി. അന്ന് ആ ഗ്രാമത്തിൽ വൈകിട്ട് ജോലി കഴിഞ്ഞ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് റോഡ് സൈഡിൽ ഒരു ഗോതമ്പ് വയലിൽ ഞങ്ങൾ ഈ ഇത് സ്ക്രീൻ ഫിറ്റ് ചെയ്തിട്ട് ഈ ഫിലിം കാണിച്ചു. വരുന്ന പബ്ലിക് എല്ലാം അവിടെ ഇരുന്ന് ഫിലിം ഇങ്ങനെ കാണാൻ തുടങ്ങി. കണ്ട് യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് യേശുവിൻ്റെ 2 കരങ്ങളിലേക്ക് ആണികൾ ആഞ്ഞടിക്കുമ്പോൾ ആ സമയത്ത് 2 സഹോദരിമാര് കയ്യിൽ നിന്ന് ബ്ലഡ് ചീറ്റി ഇങ്ങനെ വെളി വരുന്ന കണ്ടപ്പോൾ നിലവിളിച്ച് കരയുവാൻ തുടങ്ങി. അപ്പോൾ അവരുടെ ആ നിലവിളി കേട്ടുകൊണ്ട് ഞങ്ങൾ അവരെ ശ്രദ്ധിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം ആരെയൊക്കെ സ്പർശിക്കുന്നുണ്ട്. അങ്ങനെ ആ ഫിലിം കഴിയുന്നവരെ അവരിരുന്ന് അവിടെ കരയുവാനിടയായി. അങ്ങനെ അവരുടെ അടുക്കെ പോയിട്ട് ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഈ ഫിലിം ഷോ കഴിഞ്ഞു. യേശുവിൻ്റെ ക്രൂശീകരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പ് സ്വർഗാരോഹണം വരെ കാണിച്ചു. അതിനുശേഷം പബ്ലിക്കിന് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി. ഈ 2 സഹോദരിമാരെ പോയി കണ്ട് പരിചയപ്പെട്ട് അവരെ ഞങ്ങളുടെ റൂമിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ അവർ അടുത്ത ദിവസം തന്നെ വരുവാനിടയായി. അന്ന് തൊട്ട് ഞങ്ങൾ അവരെ കൂടെ പോയി വിസിറ്റ് ചെയ്യും, ദൈവജനം പഠിപ്പിക്കുകയും അങ്ങനെ അവർ ആദ്യമായിട്ട് യേശുവിനെ അറിഞ്ഞ് ആ ഗ്രാമത്തിൽ വിശ്വാസത്തിൽ വരുവാനിടയായി. അതിനുശേഷം ഇതുപോലെ പല സ്ഥലങ്ങളിലും ഗ്രാമങ്ങളിലും കോളനികളിലും പോയിട്ട് ജാതികളോട് സുവിശേഷം പറയുവാനും പതുക്കെ അവിടെ നിന്ന് ഓരോരുത്തരായി പല അനുഭവങ്ങളിലൂടെ കർത്താവിലേക്ക് കടന്നു വരുവാൻ ഇടയായി. ഇപ്പോൾ ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന സഭയിൽ ഏകദേശം 10 സ്റ്റേറ്റില് ജനം ഇവിടെ ആരാധിപ്പാനായിട്ട് കടന്നു വരുന്നുണ്ട്. നേപ്പാൾ, അതുപോലെ ബംഗാൾ, അതുപോലെ ബീഹാർ, UP, ഹരിയാന, ഹിമാചൽ, പഞ്ചാബ്, അതുപോലെ പല ഉത്തരാഖണ്ഡ്, പല സ്റ്റേറ്റിലുള്ളവർ ഒരുമിച്ച് കൂടി ഞങ്ങൾ കർത്താവിനെ ആരാധിക്കുന്നു. അനേകര് കഴിഞ്ഞ നാളുകളിൽ കർത്താവിനെ അറിയുവാനിടയായി. കർത്താവിൻ്റെ സുവിശേഷം, സത്യസുവിശേഷം ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ കോളനികളിൽ പോയി ഔട്ട്റീച്ചിലൂടെ അനേകരെ അറിയിക്കുവാനായിട്ട് കർത്താവ് കൃപ നൽകി. ഇതിൻ്റെ എല്ലാം പുറകിൽ ഇതുപോലെയുള്ള ഇരുന്ന് പ്രാർത്ഥിക്കുന്ന രാവിലെയും വൈകിട്ടൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അനേകം ദൈവമക്കളുടെ പ്രാർത്ഥനയാണ് ഞങ്ങൾ ഇന്നും ഇവിടെ നിൽക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, യേശു കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചിട്ട് ഇങ്ങനെയാണ് പറയുന്നത്, ഹല്ലേലൂയ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ദൈവം ആക്കി വെച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മധ്യേ സാക്ഷിയായി നിൽക്കുന്നത്. ഹല്ലേലൂയ.
പല പ്രാവശ്യവും ഈ ഈ ഈ കഴിഞ്ഞ 24 വർഷം ഇവിടെ ആയിരുന്ന സമയത്ത് ഇവിടെ നിന്ന് മറപ്പിക്കാനായിട്ട്, ഓടിച്ചു കളയുവാനായിട്ട് ശത്രു പല രീതിയിലും ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും പല രീതിയിലും ആമേൻ ഞങ്ങളോട് ഫൈറ്റ് ചെയ്തു. എന്നാൽ ഹല്ലേലൂയ, ഇതുപോലെയുള്ള ദൈവമക്കളും എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും ആമേൻ അനേകം ദൈവമക്കളും ദൈവാസം പ്രാർത്ഥനയാണ് ഞങ്ങൾ ഇതുവരെ ഇവിടെ നിൽക്കുവാനിടയായി തീർന്നത്. അത് ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ഹല്ലേലൂയ, ഇങ്ങനെ ഒരു ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാനാണ് ഇന്ന് നമുക്ക് ആരും കിട്ടാത്തത്. ഹല്ലേലൂയ, ഒരു കൺവെൻഷൻ വെച്ചാൽ, ഒരു ക്രൂസൈഡ് വെച്ചാൽ ഇഷ്ടം പോലെ ആൾക്കാർ വരുവാൻ തയ്യാറാണ്. പക്ഷെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന അമ്മമാർക്കായി, അങ്കിളുമാർക്കായി, ആന്റിമാർക്കായി, ദൈവമക്കൾക്കായി, ദൈവാസന്മാർക്കായി ഞാൻ വളരെ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഇനിയും ഹല്ലേലൂയ ഈ ദേശത്തെ പ്രവർത്തനങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. കഴിഞ്ഞ നാളുകളിൽ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ അനേകരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇടയായി തീർന്നു. പഞ്ചാബ് എന്ന് പറയുന്ന ഒരു രാജ്യം, ഈ സ്റ്റേറ്റ്, ഈ സംസ്ഥാനം ഇപ്പോൾ മയക്കുമരുന്നിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് അടിമപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് പഞ്ചാബ് സ്റ്റേറ്റ്. ഹല്ലേലൂയ, പ്രത്യേകം നിങ്ങൾ ഈ പഞ്ചാബ് സ്റ്റേറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ അനേക യൗവനക്കാരെ ആമേൻ ആ മയക്കുമരുന്ന് അടിമപ്പെട്ടവരെ ആമേൻ അതിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരുവാൻ സുവിശേഷം അവരോട് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ട ദൈവസ്നേഹം കൊടുത്ത് അവരെ ആമേൻ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ കർത്താവ് കൃപ നൽകി. കഴിഞ്ഞ നാളുകൾ അനേകരെ ദൈവവചനം പഠിപ്പിച്ച് ആമേൻ വയലിലേക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടി അയക്കുവാനായിട്ട് കർത്താവ് കൃപ നൽകി. ഇന്ന് അനേക യൗവനക്കാർ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. അനേക വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് അവസരം നൽകി. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ഇതൊന്നും എൻ്റെ ഒരു പുണ്യപ്രവൃത്തിയോ അല്ലെങ്കിൽ എൻ്റെ ഒരു എൻ്റെ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി ഒന്നുമല്ല. ഹല്ലേലൂയ, കർത്താവിന്റെ കൃപ ഒന്ന് മാത്രമാണ്. ദൈവനെ ഈ ഉത്തർഭാരതത്തിൽ പഞ്ചാബിൽ ഈ ഗ്രാമത്തിൽ വന്ന് പ്രവർത്തിക്കുവാനായിട്ട് മുന്നമേ കണ്ടിരുന്നു. ആ വിളിക്ക് വേണ്ടി ഞാൻ ആ വിളി കേട്ട് ഇറങ്ങി തിരിച്ചതുകൊണ്ട് കർത്താവ് ഇന്നും എന്നെ ജയത്തോടെ നടത്തുന്നു. ഇതിന്റെ പിന്നെ ഒത്തിരി രോഗങ്ങൾ പല പ്രാവശ്യം കടന്നു വന്നു. ഒരിക്കൽ ഞാൻ മഞ്ഞപ്പിത്തം മലേറിയായിട്ട് ബോധം നഷ്ടപ്പെട്ട് ഒത്തിരി സീരിയസ് ആയിരിക്കുമ്പോൾ എന്നെ ഞാൻ താമസിക്കുന്ന വീടിന്റെ അടുത്തുള്ള ഒരു സെക്യൂരിറ്റിയുടെ സൈക്കിളിൽ എന്നെ കിടത്തി എന്നെ ഒരു പുതപ്പെട്ട് പുറകിൽ ആ സൈക്കിളിന്റെ കാരിയറിൽ എന്നെ കിടത്തി കമത്തിയിട്ട് പുതപ്പെട്ട് മൂടി ഇവിടുത്തെ സർക്കാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. രാവിലെ 4 ബോട്ടിൽ ഗ്ലൂക്കോസ് കയറിയതിന് ശേഷമാണ് എനിക്ക് ബോധം വരുന്നത്. അതും ബോധം വരുന്നത് അന്ന് അടുത്തുള്ള ഒരു ദൈവാസൻ MD ശോമയിൽ എന്ന് പറയും. ആ ദൈവാസൻ വന്ന് എൻ്റെ വിവരം അറിഞ്ഞ് വന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്നെ വിളിച്ചു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ ഹോസ്പിറ്റലിലാണെന്നുള്ളത്. അങ്ങനെ ആ ദൈവാസം വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് ഒത്തിരി ആശ്വാസം കിട്ടി. 1-2 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഡിസ്ചാർജായി ആമേൻ റൂമിലേക്ക് വന്നു. അതെൻ്റെ വിവാഹത്തിന് മുന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അന്നൊക്കെ ആരും ഒരു സഹായത്തിനില്ല, ടീമിലായിരിക്കുന്ന സമയത്താണ്. പക്ഷെ ഇന്നത്തെ പോലെ മൊബൈൽ സൗകര്യമോ അല്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കാനെന്നുള്ള ഒരു അവസരമില്ല, ഒരു സാഹചര്യമല്ലായിരുന്നു. പക്ഷെ ദൈവം കണ്ടിരുന്നുകൊണ്ട് അവിടെ നഷ്ടപ്പെടാതെ ദൈവം ആമേൻ നിർത്തുവാൻ ആയുസ്സിനെ ദീർഘമാക്കി നൽകി തന്നു. അതുകൂടാതെ ഞാൻ ഈ ഗ്രാമത്തിൽ വന്നതിൻ്റെ റൂം എടുത്ത് താമസം തുടങ്ങിയ അന്നത്തെ ഒരു സംഭവം ഞാൻ പറയാം. ഹൗസ് ഓണറിന്റെ വീട്ടില് ട്യൂബിലടിച്ചു, അതായത് കുഴൽക്കിണർ അടിച്ചിട്ട് വെള്ളം കിട്ടിയെങ്കിലും അത് തെളിയുന്നില്ല. അങ്ങനെ ദിവസങ്ങളായിട്ടും അത് തെളിയാതെ വന്നപ്പോൾ അവർ ഒത്തിരി ഭാരത്തിലിരിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും ഇന്നുള്ള പോലെയുള്ള ബിൽഡിങ്ങുകളോ റൂമുകളോ ഒന്നും അന്നില്ല. 15 കടകളും കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഗോതമ്പ് വയലുകളിൽ അവിടെ ഇവിടെയൊക്കെ വീടുകൾ പണിതിട്ടുണ്ട്, അല്ലാതെ മറ്റു സൗകര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഇദ്ദേഹം അടുത്തുള്ള ഏതോ ഒരു വീട്ടിൽ പോയി തെളിഞ്ഞ വെള്ളം ഭക്ഷണത്തിന് കൊണ്ടുവന്ന് തന്നു. ഞങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചു. എന്നിട്ട് രാത്രി കുടിക്കാനായിട്ട് വെള്ളമില്ല. അപ്പം ഞങ്ങൾ അത് ഈ ഹാൻഡ് പമ്പിൽ നിന്ന് കലങ്ങിയ വെള്ളം എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമേ, ഹല്ലേലൂയ, മാറയിലെ കയ്പുള്ള വെള്ളത്തെ മധുരമാക്കിയ ദൈവമേ, ഈ വെള്ളത്തെ ശുദ്ധീകരിക്കണമേ. അങ്ങ് ഗിലിയാദിലെ നല്ല വൈദ്യനാകിയാൽ അങ്ങയുടെ കരം നീട്ടി ശുദ്ധീകരിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ കടന്നു. നേരം വെളുത്ത് 5 മണിയായപ്പോൾ ആ വീടിന്റെ ഓണർ വന്നിട്ട് എന്നെ മുട്ടി വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ഇന്ന് വെളിയിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഇരുട്ടാണ്, ഞാൻ ഇറങ്ങിച്ചെന്നു. ഞാൻ വിചാരിച്ചു വല്ല പാമ്പായിരിക്കും, കൊല്ലാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും.
ഞാൻ ചുറ്റുപാടൊക്കെ നോക്കിയ ഇല്ല. അയാൾ എൻ്റെ കൈ പിടിച്ച് ആ പമ്പിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഹാൻഡ് പമ്പ് ചലിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ ഹാൻഡ് പമ്പ് ചലിപ്പിച്ചപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളം വരാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ദൈവമേ, പെട്ടെന്ന് തന്നെ മനസ്സിൽ വന്നു, രാത്രി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടല്ലേ കടന്നത്, അപ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു. ഞാൻ ഇങ്ങനെ അദ്ദേഹത്തോട് കൈ ഉയർത്തിയിട്ട് ഇതെങ്ങനെ സംഭവിച്ചത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആപ്ക പരമേശ്വർ കാ കാരൺ ഈ ഹുവാ ഹെ എന്ന് പറഞ്ഞു. നിങ്ങളുടെ ദൈവം, നിങ്ങൾ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങളിങ്ങനെ രാത്രി വെള്ളം എടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു എന്ന് പറഞ്ഞു. ആ കുടുംബത്തിന് അന്ന് അവരോട് സുവിശേഷം പറയുവാനായിട്ട് കർത്താവ് ഒരു അവസരം നൽകി തന്നു. യേശുവിനെ അവിടെ ഉയർത്തുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഒരു ചെറിയ ഒരു അത്ഭുതമായിട്ട് ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ കണ്ണിൽ അത് ഞങ്ങൾക്ക് കാണുവാനിടയായി. അതിനുശേഷം ദൈവം ഞങ്ങളെ ഓരോ ജാതികളുടെ ഇടയിൽ വിട്ട് അവരുടെ രോഗത്തിന്മേലും പൈശാചികമായ ബന്ധനങ്ങളിന്മേലും അവരുടെ പ്രതിസന്ധികളിന്മേലും ആമേൻ യേശുവിന്റെ നാമത്താൽ അനേകരെ വിടുവിക്കുവാൻ അവരെ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവരുവാനായിട്ട് കർത്താവ് കൃപ നൽകി. ഒരു ദിവസം ഒരു സഹോദരി, ഒരു കുടുംബം വരാൻ തുടങ്ങി ചർച്ചിൽ. അതിൽ സഹോദരി രോഗം മൂർത്ത്, അവർ UP-ക്കാരാണ്. അവരുടെ ശരീരം മൊത്തം മഞ്ഞ കളറായി. അങ്ങനെ മഞ്ഞപ്പിത്തമായിരിക്കാം, അവര് വളരെയധികം രോഗത്താൽ അവരുടെ ബോധമെല്ലാം നഷ്ടപ്പെട്ടു. അവരൊരു അനക്കം മുട്ടി മരിച്ച നിലയിൽ. അപ്പോൾ അനക്കമില്ലെങ്കിൽ ഇവിടുത്തെ പെട്ടെന്ന് അതിന്റെ മുകളിൽ തുണി അങ്ങ് മൊത്തം ഇടും, അല്ലെങ്കിൽ തല മൂടില്ല. അങ്ങനെ അദ്ദേഹം ഓടി എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, മേര പത്നി ഖതം ഹോ ഗയ നഹീ രഹാ എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓടി ആ സഹോദരന്റെ കൂടെ ചെന്നിട്ട് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർജി, പാദ്രി സാബ്, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആമേൻ, ദൈവത്തിന് മാത്രമേ നീ വിടുവിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഞാൻ ആ സഹോദരി നോക്കിയപ്പോൾ ഒട്ടും അനക്കമില്ല. എല്ലാവരും അയൽവാസികളെല്ലാം മാറി മാറി നിൽക്കുകയാണ്. ഞാൻ അവിടെ അല്പസമയം നിന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഹല്ലേലൂയ, അങ്ങ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ മരിച്ചവരെ ഉയർപ്പിച്ച ദൈവമാണ്. നീ മരണത്തിൽ നിന്നും ജയം പ്രാപിച്ച കർത്താവാണ്. കർത്താവെ, ഒരു അത്ഭുത പ്രവൃത്തി ഒരു പ്രാവശ്യമെങ്കിലും ഈ ജാതിയുടെ മുന്നിൽ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവർ യേശുവിൽ വിശ്വസിക്കേണ്ടതിനാൽ ഇവിടെയും ദൈവരാജ്യം വർദ്ധിച്ചു വരേണ്ടതിനാൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ സഹോദരി ഞെട്ടി എഴുന്നേറ്റു. ഒരു ഞെട്ടലോടെ എഴുന്നേൽക്കുവാനിടയായി. അങ്ങനെ ഹസ്ബൻഡ് വന്ന് കൈ പിടിച്ച് അവിടെ ഇരുത്തി. ഞാൻ പിന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് ആ സഹോദരിക്ക് ബോധം വന്നു. ആ ചുറ്റുപാടുള്ളവരെല്ലാം അടുത്തേക്ക് കടന്നു വന്നു. അങ്ങനെ ആ സഹോദരി സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഭയങ്കര ഒരു ദൈവ പ്രവൃത്തി അന്ന് അവിടെ വെളിപ്പെടുവാനിടയായി. അങ്ങനെ അല്പനിമിഷം കഴിഞ്ഞപ്പോൾ ആ സഹോദരി തന്നെ ഏകദേശം 20 ദിവസമായിട്ട് കിടന്ന കിടപ്പിൽ രോഗിയായിട്ട് അങ്ങനെ അവർ ഇല്ലാതായി. അങ്ങനെ അവര് പറയുന്ന അവരെ ഭാര്യ മരിച്ചുപോയെന്ന്. പക്ഷെ ദൈവം അവർക്ക് വീണ്ടും ആയുസ്സിന് നൽകി, സൗഖ്യം നൽകി. അവർ യേശുവിനെ അറിയുവാൻ കർത്താവ് ഒരു അവസരം നൽകി കൊടുത്തു. അങ്ങനെ ആ ഗ്രാമത്തിൽ നിന്ന് പലരും കർത്താവിലേക്ക് കടന്നു വരുവാൻ ദൈവം ഇടയാക്കി തീർത്തു. കുറച്ച് നാളുകൾക്ക് മുന്നേ ഞങ്ങൾ ഇതുപോലെ ലിറ്ററേച്ചർ കൊടുത്തു പോകുമ്പോൾ ഞങ്ങളുടെ സഹോദരങ്ങളെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഇറക്കി വിട്ടതാ. അതേ ഒരു RSSകാരനായിരുന്നു. സായി സംസ്ഥയുടെ പ്രസിഡന്റ് ആയിരുന്നു ഈ ഗ്രാമത്തില്. ജോൺ ഗോസ്പല് യോഹന്നാന്റെ സുവിശേഷം അദ്ദേഹത്തിന്റെ കരം കൊടുത്തപ്പോൾ അദ്ദേഹം ഇവിടെ തരണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറക്കി വിട്ടു. എന്നാൽ ആ പുസ്തകം മേടിച്ചു വെച്ച് അദ്ദേഹം മുന്നോട്ട് പോയി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹോദരി അദ്ദേഹത്തോട് പറഞ്ഞു, നിർബന്ധിച്ച് പല പ്രാവശ്യം ആവശ്യപ്പെട്ട് അവര് പോകുന്ന ഒരു ചർച്ചിലേക്ക്, ഒരു ഹീലിംഗ് മിനിസ്ട്രി നടക്കുന്ന സഭയിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ അന്ന് പോയി രാത്രിയിൽ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് വീട്ടിൽ വന്നിട്ട് അദ്ദേഹം വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ആരോ ഒരു പുസ്തകം തന്നല്ലോ, അത് ഓർമ്മ വന്നിട്ട് ലൈബ്രറിയിൽ കയറി ആ പുസ്തകം എടുത്ത് ഈ യോഹന്നാന്റെ സുവിശേഷം രാത്രി മൊത്തം വായിച്ചതിന് ശേഷം അതിന്റെ പിൻഭാഗത്ത് അഡ്രസ്സ് നോക്കി. അത് ഞങ്ങളുടെ പേരും ഫോൺ നമ്പറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം പിറ്റേ ദിവസം ആ വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾ അവിടുന്ന് വാടകയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവിടുന്ന് മാറി ഞങ്ങൾ വേറൊരു വാടക വീട്ടിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഈ നമ്പർ എടുത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേര് ആദിത്യ ഗുപ്ത. പറഞ്ഞു, പാസ്റ്റർ, എനിക്ക് നിങ്ങളെ കാണണം.
എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ടൈം കൊടുത്ത് എൻ്റെ അടുക്കൽ വന്നു. അങ്ങനെ അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞു. അന്ന് മുതൽ അദ്ദേഹം എല്ലാ ദിവസവും 2 മണിക്കൂർ വന്നിരുന്ന് ദൈവജനം കേൾക്കുവാനിടയായി. അങ്ങനെ അദ്ദേഹം ഈ ഗ്രാമത്തിലെ സായി സംസ്ഥ യുടെ പ്രസിഡന്റ് ആയിരുന്നു, സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു, സായിബാബയുടെ പ്രസിഡന്റ് ആയിരുന്നു ഈ ഗ്രാമത്തിൽ. എന്നാൽ ആ സഹോദരനെ ദൈവം തൊടുവാനിടയായി തീർന്നു. അങ്ങനെ എന്താ ഇദ്ദേഹം എന്താ മീറ്റിങ്ങിന് പോകുന്നതിന് മുന്നേ 3 ദിവസം മുന്നേ RSSന്റെ ഈ ഗ്രാമത്തിലെ എന്താ ഇൻചാർജ് ആയിട്ട് അദ്ദേഹം തൻ്റെ യൂണിഫോമും തൻ്റെ ഹൈറ്റിനുള്ള വടിയും ഒക്കെ മേടിച്ച് വീട്ടിൽ വന്നതിൻ്റെ 3-ാം ദിവസമാണ് അദ്ദേഹം യേശു എന്ന നാമത്തെക്കുറിച്ച് അറിയുവാനിടയായി തീർന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ആ ബ്രദർ വിശ്വാസത്തിൽ കുടുംബമായിട്ട് വിശ്വാസത്തിൽ കടന്നു വരികയും ഇന്ന് നമ്മുടെ സഭയിൽ കർത്താവിനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നു. അദ്ദേഹം ഇപ്പോൾ ജോലിയോടൊപ്പം തന്നെ മാസത്തിൽ 2 ശനിയാഴ്ച ഞങ്ങൾ ഗ്രാമങ്ങളിൽ പോയിട്ട് ദൂരെയൊക്കെ പോയിട്ട് ഔട്ട്റീച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു പൂജാരി ഇവിടുത്തെ ഒരു അമ്പലത്തിൽ പോയി പണ്ട് പൂജ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്, നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇതുപോലെ കർത്താവിനെ അറിഞ്ഞ് വിശ്വാസത്തിൽ കടന്നു വരുവാനിടയായി തീർന്നു. കുടുംബമായിട്ട് കടന്നു വന്നു. അദ്ദേഹം ഇപ്പൊ കുടുംബമായിട്ട് കർത്താവിനെ ഇവിടെയുള്ള ദൈവമക്കളോട് ഒരുമിച്ച് ആരാധിച്ച് മുന്നോട്ട് പോകുന്നു. ഇങ്ങനെ പല ബാക്ക്ഗ്രൗണ്ടിലുള്ള അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാനായിട്ട് കഴിഞ്ഞ നാളിൽ കർത്താവ് കൃപ നൽകി തന്നു. എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്. മൂത്ത മോള്, 3 പെൺകുഞ്ഞുങ്ങൾ. അവർ 3 പേരും പഠിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ മോള് അവൾ ജനിച്ച് 7 മാസമായപ്പോൾ പെട്ടെന്ന് ഒരു 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 എന്താ മന്ത്രവാദിയുടെ ഭാര്യ വിശ്വാസത്തിൽ വന്ന് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മോൾക്ക് പെട്ടെന്ന് ഒരു അസുഖമുണ്ടായി. അസുഖം എന്ന് പറഞ്ഞാൽ ലൂസ് മോഷൻ. അങ്ങനെ ലൂസ് മോഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 4 ഡോക്ടർമാരെ കാണിച്ചു. 15 ദിവസമായിട്ടും കുഞ്ഞിൻ്റെ ലൂസ് മോഷൻ നിൽക്കുന്നില്ല. കുഞ്ഞ് കഴിക്കുന്നതെല്ലാം ഛർദ്ദിക്കുക അല്ലെങ്കിൽ അങ്ങനെ ലൂസ് മോഷൻ ആയിട്ട് പോവുക. അത് വയറ്റിൽ നിന്ന് ഈ 8-കാലിയുടെ മുട്ട പോലെയുള്ള എന്തോ ഒരു സാധനമാണ് പോകുന്നത്. അത് ഡോക്ടർമാരെ കാണിച്ചിട്ട് അവർക്ക് ആർക്കും പിടികിട്ടുന്നില്ല. അങ്ങനെ ശക്തമായിട്ട് ഞങ്ങൾ ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ടും ഒരു മറുപടി കിട്ടുന്നില്ല. അങ്ങനെ എൻ്റെ ഭാര്യയാണ് ഈ കുഞ്ഞിനെ ശുശ്രൂഷിച്ച് വളരെ തുണി കഴുകി അന്ന് ഇത്രയും സാഹചര്യങ്ങളോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ സൗകര്യങ്ങളില്ല. തുണി ഉണക്കുന്നത് എന്താ 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 ഹീറ്റർ വെച്ചിട്ട് ഉണക്കുക. അന്ന് തണുപ്പ് സമയം. വളരെ പ്രയാസത്തിലായി. എന്ത് ചെയ്യും? അങ്ങനെ ഒരു ദിവസം രാത്രി കുഞ്ഞങ്ങ് ക്ഷീണിച്ചിട്ട് കണ്ണൊക്കെ മറഞ്ഞുപോയി. രാത്രി നല്ല ഇരുട്ടായി. അങ്ങനെ കുഞ്ഞിൻ്റെ കണ്ണൊക്കെ മറഞ്ഞുപോയി. കുഞ്ഞിന് അനക്കമില്ല. അപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞു, എനിക്ക് ഈ കുഞ്ഞിൻ്റെ മരണം കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അടുത്ത റൂമിലേക്ക് പോയി. ഞാൻ ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ വെളിയിൽ പോയി എൻ്റെ പിതാവിനെ ഫോൺ ചെയ്തു. അന്ന് മൊബൈൽ സൗകര്യം ഇല്ല. ഫോൺ ചെയ്തപ്പോൾ പിതാവിനോട് പറഞ്ഞു, ഇത് കുഞ്ഞിൻ്റെ പ്രാണന് ഹാനി ഒന്നും സംഭവിക്കില്ല. ഇത് നിങ്ങളോടുള്ള മിനിസ്ട്രിയിലുള്ള ഒരു പൗര് മാത്രമാണ്. ഒരുമിച്ചിരുന്ന് ആരാധിച്ച് ഇതിൽ ജയമെടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവരും നാട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളിരുന്ന് കൊച്ചിനെ ഒരു ന്യൂസ് പേപ്പറിൽ ബെഡിൽ കിടത്തിയിരിക്കുകയാണ്. ഞാനൊരു ഭാര്യയും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആത്മാവിൽ ആരാധിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കുഞ്ഞ് ഞെട്ടി എഴുന്നേൽക്കുവാനിടയായി. അങ്ങനെ കുഞ്ഞിൻ്റെ കണ്ണൊക്കെ നേരെയായി. പിന്നെ കുഞ്ഞിനെ ഞങ്ങൾ പിടിച്ചിരുത്തി. ദൈവം ഒരു അത്ഭുത വിടുതൽ അന്ന് രാത്രി ആ കുഞ്ഞിന് വേണ്ടി നൽകി. ആ കുഞ്ഞിന്ന് +2 കഴിഞ്ഞ് മുന്നോട്ട് പഠിക്കാനുള്ള കാര്യത്തിന് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. മൂത്ത മോള് BSc നഴ്സിംഗ് 4-ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നു പഞ്ചാബിൽ തന്നെ. രണ്ടാമത്തെ മോള് അവളും നഴ്സിംഗിന് പോകാൻ താല്പര്യപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇളയ മോള് 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 3 കുഞ്ഞുങ്ങളെയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്നു. അവർ എത്രയോ പഠിച്ചതിന് ശേഷം അവർ മുന്നോട്ടുള്ള സമയത്ത് കർത്താവ് കൊടുക്കുന്ന ആയുസ്സോളം കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ കർത്താവ് അതിനുവേണ്ടി ഒരുക്കിയെടുക്കട്ടെ. ദൈവമക്കളോട് പ്രാർത്ഥന ചോദിക്കുന്നു. കൃപയാൽ ഇവിടുത്തെ കൂട്ടായ്മ അനുഗ്രഹമായിട്ട് പോകുന്നു. ഏകദേശം 100 പേരോളം, 100-ലധികം പേര് ആരാധനയ്ക്ക് കടന്നു വരുന്നുണ്ട്. ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ പേര് ബൾട്ടാന എന്നാണ്. പഞ്ചാബിൻ്റെ ക്യാപിറ്റലായിരിക്കുന്ന ചണ്ഡീഗഡിനോട് അടുത്താണ് ഈ ഗ്രാമം. ചണ്ഡീഗഡിന് വെളിയിലായിട്ട് വരും. ഈ ഗ്രാമത്തിൻ്റെ ഒരു സൈഡിൽ ചണ്ഡീഗഡ്, ഒരു സൈഡിൽ ഹരിയാനയുടെ പഞ്ച്കുള എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റാണ്. അതുകൊണ്ട് ഇതിങ്ങനെ അടുത്ത് കിടക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഹരിയാനയിലും ചണ്ഡീഗഡിലും അതുപോലെ പഞ്ചാബിലും
ഇപ്പോൾ ഞങ്ങൾ ഹിമാചലിന്റെ ചില ഭാഗങ്ങളിലും പോയിട്ട് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അങ്ങനെ പ്രവർത്തനങ്ങൾ അനുഗ്രഹമായിട്ട് പോകുന്നു. ഏകദേശം 35 കോളനികളിലായിട്ട് ഗ്രാമങ്ങളിലും കോളനികളായിട്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇതുവരെയും മുന്നോട്ട് കൊണ്ടുപോകാൻ കർത്താവ് ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് സഹായിച്ചു. നിങ്ങളുടെ പ്രത്യേകം പ്രാർത്ഥനയോർത്ത് നന്ദി പറയുകയാണ്. തുറന്നും ഈ വേലയോർത്ത് പ്രാർത്ഥിക്കണമേ. ഇത്രയും സമയം ഞങ്ങൾക്ക് നൽകി തന്ന പാസ്റ്റർ ജോസഫ് മാത്യു അവർക്കും ഈ ടീമിനെ കോർഡിനേറ്റ് ചെയ്യുന്ന സിസ്റ്റർ സന്ധ്യ സഹോദരിക്കും ദൈവാസിക്കും എല്ലാ ദൈവമക്കൾക്കും ഞങ്ങളുടെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കർത്താവിന് അസാധ്യമായതൊന്നുമില്ല. നമ്മുടെ കർത്താവ് വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. നമുക്ക് നൽകിയിരിക്കുന്ന, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ആയുസ്സിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ഫലമുള്ളവരായി അനേകരെ കർത്താവിലേക്ക് നടത്തുവാൻ കർത്താവ് നമ്മളെ ഉപയോഗിക്കട്ടെ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. അനേകരെ വിശ്വാസത്തിലേക്ക് നയിക്കുവാൻ ദൈവം നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ഉത്സാഹിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ദൈവം നമ്മളെ എല്ലാവരും സഹായിക്കുമാറാകട്ടെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്ക് പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇതുവരെയും കർത്താവിന്റെ പാതപെടിയിരുന്ന് ഞങ്ങൾക്ക് കർത്താവെ നല്ല സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ കർത്താവ് കൃപ നൽകിയനായി സ്തോത്രം. കർത്താവെ കർത്താവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദർശനത്തിനായി സ്തോത്രം. അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഞങ്ങളെ അതിനുവേണ്ടി ഒരുക്കിയെടുക്കുന്ന അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കി കർത്താവെ ഹല്ലേലൂയ അങ്ങയുടെ രാജ്യത്തിൽ അധ്വാനിപ്പാൻ മുന്നേറുവാൻ കൃപ പകരണമേ. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ പതറിപ്പോകാതെ കർത്താവെ അങ്ങയുടെ രാജ്യത്തിൽ കർത്താവെ അധ്വാനിപ്പാൻ കർത്താവെ നിന്റെ ദാസന്മാർക്ക് ദാസിമാർക്ക് ദൈവജനത്തിന് കൃപ പകരണമേ. ആരും പരാജയപ്പെട്ട് ആരും നിരാശപ്പെട്ട് തളർന്നു പോകുവാൻ അനുവദിക്കരുത് കർത്താവെ. ഇതിനെല്ലാം വെല്ലുവിളിക്കുവാൻ കർത്താവെ വചനത്തിൽ കർത്താവെ നിലനിൽക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവങ്കിലേക്ക് നോക്കി പ്രകാശരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. അങ്ങയുടെ വചനത്തിൽ വായിക്കുന്ന പോലെ ഇതുവരെ ലജ്ജിക്കാതെ വേണം കർത്താവ് നടത്തിയ കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ സൂക്ഷിപ്പനായ സ്തോത്രം, പരിപാലനത്തിനായ സ്തോത്രം, ദയക്കായി സ്തോത്രം. കർത്താവ് ഈ സമയത്ത് കർത്താവെ ഈ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർ ഉറപ്പുള്ളവരായി നിലനിൽക്കുവാൻ കർത്താവ് കൃപ ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഡാലസിൽ നിന്നും കർത്താവെ, അമേരിക്കയിൽ നിന്നും ഈ മാധ്യമത്തിലൂടെ കർത്താവെ സാക്ഷ്യങ്ങൾ കേട്ട മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരൊക്കെ അനുഗ്രഹിക്കുമാറണമേ. ആയുസ്സോടെ ആരോഗ്യത്തോടെ ഇനിയും അങ്ങയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ വർദ്ധിച്ചു വരുവാൻ അവരെ സഹായിക്കണം കർത്താവെ. കർത്താവെ ഇപ്പോൾ കർത്താവെ സ്കൂൾ ഈ അധ്യയന വർഷം കർത്താവെ അനേകം കുഞ്ഞുങ്ങൾ പാസ്സാകുവാനിടയായി തീർന്നല്ലോ. അവരുടെ അഡ്മിഷൻ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീ അവർക്ക് വേണ്ടി വഴി തുറക്കണമേ കർത്താവെ. കർത്താവ് അവർക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. വാടക കൊടുക്കുവാൻ കഴിയാതെ കർത്താവെ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ ഞെരുങ്ങുന്നവർക്കായി സ്തോത്രം. കർത്താവെ നോർത്ത് ഇന്ത്യയിൽ ജയിലിൽ കിടക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തിനായി കർത്താവെ ഇറങ്ങി തിരിച്ചതിന് ശേഷം പ്രയാസപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരൊന്നും ലജ്ജിക്കാതെ വേണം കർത്താവെ നീ നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അവരെല്ലാം പുറത്തു വരുവാൻ ഇനിയും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആ ദൈവമക്കളെയൊക്കെ സഹായിക്കുമാറണമേ. ഇതുവരെ നീ ഞങ്ങളെ നിർത്തിയ അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഞങ്ങളെ നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം. ഈ പ്രയർ ലൈൻ കർത്താവെ വർദ്ധിച്ചു വരുവാൻ ഇടയായി തീരട്ടെ. അനേക രാജ്യങ്ങൾക്ക്, അനേകം കുടുംബങ്ങൾക്ക്, അനേകം കർത്താവെ വ്യക്തികൾക്ക് ഒരു വിടുതലിനും കർത്താവെ നിത്യ രക്ഷയ്ക്കും കർത്താവെ അത് കാരണമായി തീരട്ടെ. അതിനുവേണ്ടി ഈ പ്രയർ ലൈനിനെ കർത്താവിനെ അനുഗ്രഹിക്കുമാറാണമേ കർത്താവെ. ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ടീമിനെ കർത്താവെ നീ ആശീർവദിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ ഈ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. പ്രാർത്ഥനയാജം കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ വിലയേറുന്ന നാമത്തിൽ